വഫാത്തിന്റെ 2 ദിവസം മുമ്പ് ഉസ്താദ് ചെറിയൊരു പനി ബാധിച്ചപ്പോൾ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഉസ്താദിന്റെ അവസ്ഥകളൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കും. അപ്പൊ പറഞ്ഞു, ഉസ്താദ് സുഖം പ്രാപിച്ചു വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, മിക്കവാറും നാളെ ഡിസ്ചാർജ് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ദിവസം കൂടി കിടക്കാൻ ഡോക്ടർ പറഞ്ഞു. പനി സുഖമായിട്ടുണ്ട്, എന്നാൽ പോലും ഒന്നുകൂടെ ശരിയാവട്ടെ എന്ന രീതിയിൽ ഒരു ദിവസം കൂടി അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തെ പരിചരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസി പറയുന്നു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നവരാണ് ഉസ്താദിന്റെ ശരീരം മൊത്തം ഒന്ന് വൃത്തിയാക്കുക. അഥവാ ശരീരമാസകൻ വന്ന് തുടച്ച് വൃത്തിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ വൈകുന്നേരം വീണ്ടും നമ്മുടെ ഇവിടെ പ്രഭാഷണം നടത്താനുള്ള പ്രിയപ്പെട്ട സൽമാൻ അസീരി വേദിയിലേക്ക് വരികയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി പൂർത്തീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പൊ ഉസ്താദിനെ രാവിലെയും വൈകുന്നേരം എല്ലാ ദിവസവും ശരീരം മൊത്തം വൃത്തിയാക്കി പുതിയ ഡ്രസ്സൊക്കെ മാറ്റി മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ പരിചയിക്കുന്ന രീതിയാണ്. അവ സാധാരണത്തെ പോലെ രാവിലെ അതേപോലൊക്കെ ശരീരം മൊത്തം വൃത്തിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി ഉസ്താദ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഉസ്താദിന്റെ മകൻ അവിടെ വന്നിട്ടുണ്ട് ഉച്ചയാകപ്പോ. അപ്പൊ ഉസ്മാൻ ഫൈസിയാണ് മുഴുവൻ സമയം കൂടെ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ഫൈസിയുമായിട്ട് ഉസ്താദിന് വലിയൊരു അഭേദ്യമായ ബന്ധമാണ്. അപ്പൊ ഉസ്മാൻ ഫൈസി ഉച്ചക്കൊന്ന് വീട്ടിൽ പോയി. 2-3 ദിവസമായി അദ്ദേഹം ഇവിടെ വന്നിട്ട്. അപ്പൊ ഉച്ചക്കൊന്ന് വീട്ടിൽ പോയി വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പൊ ആവശ്യത്തിന് ഉസ്താദിന് കഴിക്കാനുള്ള ഫ്രൂട്ട്സും മറ്റു സാധന സാമഗ്രികളൊക്കെ എടുത്തു വെച്ച് ഏതായാലും വൈകുന്നേരം ഇനി എത്താൻ വൈകുമോ എന്ന് സംശയിച്ച് അദ്ദേഹം ഉച്ചയായപ്പോൾ വീണ്ടും ശരീരമാസകലൊന്ന് വൃത്തിയാക്കി. സാധാരണ രാവിലെയും വൈകുന്നേരമാണ് വൃത്തിയാക്കാറുള്ളത്. അന്ന് രാവിലെ വൃത്തിയാക്കി. പക്ഷേ അദ്ദേഹം ഒന്ന് വീട്ടിൽ പോയി വരാനുള്ളൊരു സമയം കണക്കാക്കിയിട്ട് ഉച്ചയാകുമ്പോൾ ഉസ്താദിന്റെ ശരീരമാസകലം ഒന്നുകൂടെ വൃത്തിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി എന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് വീട്ടിൽ പോയി വരാമെന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്മാൻ ഫൈസി പറയുന്നു, ഏത് സമയത്തും ഉസ്മാൻ ഫൈസി ഞാൻ വീട്ടിൽ പോയി വരാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞ് ഞാൻ പോവുകയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഉസ്താദ് സലാം അടക്കും. അന്ന് ഉച്ചക്ക് ശരീരം മൊത്തം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി ആവശ്യത്തിന് അന്ന് തിരിച്ചു വരുന്ന വരെയുള്ള ആവശ്യത്തിനുള്ള മരുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ മകനെ പറഞ്ഞ് ഏൽപ്പിച്ച് പോകാൻ വേണ്ടി യാത്ര പറഞ്ഞ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് സലാം അടക്കുന്നില്ല. സലാം അടക്കാത്തപ്പോൾ ഉസ്താദിന് കേൾവിക്കുറവൊന്നുമില്ല. വീണ്ടും പറഞ്ഞു, ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരിച്ചു വരാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. സലാം അടക്കണില്ല. അപ്പൊ അതൊരു പന്തികേടാണെന്ന് തോന്നി. ഉസ്മാൻ ഫൈസി പറഞ്ഞു, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ കേൾക്കാത്ത പ്രശ്നമല്ല. അപ്പൊ സാധാരണ ഫ്ലാസ്കിൽ നിന്ന് ഇളം ചൂടുവെള്ളം ഇങ്ങനെ എടുത്തിട്ട് വെള്ളം കൊടുക്കും. അദ്ദേഹം പറയുന്നു, ഒരു കപ്പ് വെള്ളം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പകുതിയെ കുടിക്കുള്ളൂ, പകുതി കുടിക്കൂല. പക്ഷെ അപ്പോൾ വെള്ളം കൊടുത്തപ്പോൾ മുഴുവൻ കുടിച്ചു. അത് മുഴുവൻ കുടിച്ചു. അബിനി വെള്ളം വേണമെന്ന് വെച്ചു. വെള്ളം വേണമെന്ന് പറഞ്ഞു. വീണ്ടും വെള്ളം കൊടുത്തു. അപ്പോഴും പകുതിയല്ല കുടിക്കുന്നത്, ആ കപ്പ് മുഴുവൻ വെള്ളം കുടിച്ചു. അപ്പൊ ഉസ്താദിന്റെ സാധാരണ ഒരു സംസാര ശൈലി ഉണ്ട്. വാഴക്ക എവിടെയെന്ന് ചോദിച്ചത്രേ. അപ്പൊ സാധാരണ ഉസ്താദ് ഇങ്ങനെ ഇടക്ക് റോബസ്റ്റ് പഴം കഴിക്കാറുണ്ട്. അപ്പൊ വാഴക്ക എവിടെയെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ ഫൈസി റോബസ്റ്റ് പഴം എടുത്തു കൊടുത്തു. അത് പൊളിച്ചു കൊടുത്തപ്പോൾ ഒരു പഴം മുഴുവൻ കഴിച്ചു. ഇനി വെള്ളം വേണമെന്ന് ചോദിച്ചു. വെള്ളം വേണമെന്ന് പറഞ്ഞു. വീണ്ടും ഒരു കപ്പ് വെള്ളം കുടിച്ചു. ഉസ്മാൻ ഫൈസി പറയാണ്, ആ പഴം കൊടുത്ത് കഴിച്ച് ആ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ കിടക്കണ സമയത്ത് ഉസ്താദിന്റെ ഒരു 2 വർഷം മുമ്പുള്ളൊരു മുഖഭാവം പോലെ മുഖമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ്
ഒരു ക്ഷീണവുമില്ലാതെ ഒരന്തസ്സിൽ കിടക്കുന്ന പോലെയുള്ള ആ ഒരു പ്രതീതി നേരിട്ട് കാണുകയാണ്. അപ്പൊ ഉസ്മാൻ ഫൈസി പറഞ്ഞു, എനിക്ക് വെറുതെ തോന്നിയതാണ്. ഞാൻ വെറുതെ ഇങ്ങനെ ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് ഞാനിങ്ങനെ കെലിമ ചൊല്ലിക്കൊടുത്തു. അപ്പൊ ഞാൻ ഒരു തട്ടം ഇങ്ങനെ ചൊല്ലിക്കൊടുത്തുള്ളൂ. അപ്പോഴേക്ക് ഉസ്താദ് ആദ്യം ഉറക്കെ ആണ് കെലിമ ചൊല്ലി. രണ്ടാമത് കുറച്ച് പതുക്കെ, ആദ്യത്തെ അത്ര ശബ്ദത്തിലല്ല, കുറച്ച് പതുക്കെ രണ്ടാമത് വീണ്ടും കെലിഞ്ഞു ചൊല്ലി. മൂന്നാമത് കുറച്ചുകൂടെ പതുക്കെ ഉസ്താദ്. 3 തവണ ഉസ്താദ് വളരെ അക്ഷരശുദ്ധിയോടുകൂടി അവരൊക്കെ കേൾക്കുന്ന രീതിയിൽ 3 തവണ കെലിമ ചൊല്ലി ശ്വാസം വലിച്ചു. ഇതിപ്പോ ഏതോ നൂറ്റാണ്ടിന് മുമ്പുണ്ടായ സംഭവമല്ല, ഇപ്പൊ 2 ആഴ്ച മുമ്പത്തെ സംഗതിയാണ്. ജീവിതകാലത്ത് പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യന് അള്ളാഹു നൽകുന്നൊരു സമ്മാനാണിത്. വഫാത്തിന്റെ ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് വരെ വളരെ സജീവമായി അനാരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് നിരന്തരം കർമ്മരംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള അപൂർവം പണ്ഡിത നേതാക്കളിൽ ഒരാളായിരുന്നു അലിക്കുട്ടി ഉസ്താദ്. വളരെ ക്ഷീണിതനായിട്ടുള്ള ഒട്ടേറെ ആരോഗ്യപരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പോലും സമസ്തയുടെ മഹത്തായ 100ാം വാർഷിക സമ്മേളനത്തിന്റെ വേദിയിൽ വരെ വന്ന് തന്നെ കൊണ്ടാകുന്ന വിധം അവിടുത്തെ കൂടി പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ചോദിച്ചത്. ഒരു ഭാഗത്ത് നിരന്തരം പുതുതായ കാര്യങ്ങൾ പഠിക്കാനും വായിക്കാനും അന്വേഷിക്കാനും, അത് ഗ്രന്ഥങ്ങളിലൂടെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച് ആ സഞ്ചാരത്തിനിടയിൽ എത്രത്തോളം പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, രാഷ്ട്രത്തലവന്മാരെ, ഉന്നതരായ വ്യക്തിത്വങ്ങളെ കാണാനും പരിചയപ്പെടാനും ആ ബന്ധം നിലനിർത്താനും സാധിക്കുമോ, അത്രത്തോളം ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള ഒരു മഹാപണ്ഡിതൻ. എന്നാൽ അവിടെയെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയ കാലത്തും അതിന് മുൻകാലങ്ങളിലും അദ്ദേഹം പഠിച്ച് പരിശീലിച്ച് ജീവിച്ചു വന്ന ആ പരിശുദ്ധമായ വഴിയിലൂടെ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ശൈലി സ്വീകരിച്ചു. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മുടെ കേരളത്തെ പോലെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യങ്ങളാകില്ല ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങളിൽ ചെന്നാൽ. ഇന്ത്യക്ക് പുറത്ത് ചെന്നാൽ, വിവിധ രാജ്യങ്ങളിൽ ചെന്നാൽ, അവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ തന്നെ പങ്കെടുക്കുന്ന വിവിധ സമ്മേളനങ്ങളിൽ ചെന്നാൽ ഒരുപക്ഷെ നമ്മൾ സ്വീകരിക്കുന്ന പല ആശയപരമായ ആദർശപരമായ നിലപാടുകളിലൊക്കെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. താൽക്കാലികമായ സൗകര്യങ്ങൾക്കും ലാഭത്തിനൊക്കെ വേണ്ടി അത്തരം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഏത് വേദിയിൽ എത്തിച്ചെന്നാലും, ഏത് പണ്ഡിതന്മാരുടെ മുമ്പിൽ ചെന്നാലും, എത്ര ആഴമേറിയ മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വലിയ പണ്ഡിതോചിതമായ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന വേദിയിലെത്തിപ്പെട്ടാലും, പാരമ്പര്യത്തിന്റെ ഇസ്ലാമിക വഴികളിലൂടെ പഠിച്ചു വളർന്ന് നേതൃപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആലിക്കുട്ടി ഉസ്താദ് അവിടെയെല്ലാം കൃത്യമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയത്തിൽ ഊന്നിക്കൊണ്ട് നിൽക്കാനും സംസാരിക്കാനും ഇടപെടാനും തന്റെ ഇടം കാണിച്ചു എന്ന് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ സാധാരണ ആലിക്കുട്ടി ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നവരൊക്കെ സ്ഥിരമായി പറയുന്നൊരു പ്രയോഗം, ഉസ്താദ് ഒരു വലിയ വിനയാന്വിതനാണ്, വല്ലാത്തൊരു വിട്ടുവീഴ്ച മനോഭാവമുള്ള ആളാണ്.
ആലിക്കുട്ടി ഉസ്താദിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനോട് ശത്രുതാപരമായി പെരുമാറിയ, സംസാരിച്ച, എഴുതിയ ഒരാളെപ്പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹം വലിയൊരു സംഘടനയുടെ നേതൃനിരയിലുണ്ടായിരുന്ന ആളാണ്. സ്വന്തം ആശയവും ആദർശവും നിലപാടും ഒക്കെ പറയേണ്ടിടത്ത് കൃത്യമായി വെട്ടിത്തുറന്ന് പറഞ്ഞ ആളായിരുന്നു. പക്ഷെ അതിലൊക്കെ ആലിക്കുട്ടി ഉസ്താദിന്റെ ഒരു ശൈലിയുണ്ട്, ആ മിതത്വത്തിന്റെ ഒരു ശൈലി. വിമർശകരെ പോലും കീഴടക്കുന്ന സ്നേഹമസൃണമായ ചില പെരുമാറ്റങ്ങൾ. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമാണെങ്കിലും മറ്റു ആശയപരമായ അഭിപ്രായ വ്യത്യാസമാണെങ്കിലും ആ അഭിപ്രായ വ്യത്യാസമുള്ളവർക്കൊന്നും ആലിക്കുട്ടി ഉസ്താദിനോട് പ്രത്യേകമായ ഒരു വിരോധമോ ശത്രുതയോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അദ്ദേഹത്തിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്ന സമീപനമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ എതിരാളികളൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തോ? ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. പക്ഷേ ആ സമീപനം മാന്യമായ സമീപനം, സ്നേഹത്തോടുകൂടി തന്റെ വിയോജിപ്പുകൾ അറിയിക്കുന്ന സമീപനം, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി സമീപിക്കുന്ന, സംസാരിക്കുന്ന സമീപനം. അപ്പൊ എത്ര വിനയാന്യതനാണെന്ന് പറഞ്ഞാലും, എത്ര സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ആളാണെന്ന് പറഞ്ഞാലും, ആശയപരമായ സംഘടനാപരമായ അത്തരം കാര്യങ്ങൾക്ക് വരുന്ന സമയത്ത് പറയേണ്ട രീതിയിൽ അളന്ന് മുറിച്ച് കൃത്യമായി പറയേണ്ട വേദികളിൽ പറഞ്ഞിട്ടുണ്ട് ആലിക്കുട്ടി ഉസ്താദ്. 2018 അബൂദാബിയിൽ റാബിത്തയുടെ ഒരു മഹാസമ്മേളനം നടക്കുകയാണ്. മഹാസമ്മേളനം എന്ന് പറഞ്ഞാൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പണ്ഡിത പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന സമ്മേളനം. ആ സമ്മേളനത്തിൽ ഇവിടെ നിന്നൊരു പ്രതിനിധിയായി ആലിക്കുട്ടി ഉസ്താദും പങ്കെടുക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ ഓരോ പണ്ഡിതന്മാർക്കും അവർക്കവർക്ക് നിശ്ചയിക്കപ്പെട്ട വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആലിക്കുട്ടി ഉസ്താദിന് വേണ്ടി നിശ്ചയിച്ച വിഷയം അദ്ദേഹം അവതരിപ്പിച്ചു. അങ്ങനെ ഓരോരുത്തർ ഓരോ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വിഷയാവതാരകൻ തന്റെ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനിടയിൽ ഊന്നൽ നൽകിയൊരു വിഷയം, ജുമുഅ ഖുതുബ പ്രാദേശിക ഭാഷയിലാക്കി എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു രീതി സ്വീകരിക്കണമെന്ന് റാബിത പോലെയുള്ള ഒരു ലോക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കുകയാണ്. ആ പ്രബന്ധാവതരണം കഴിഞ്ഞ സമയത്ത് അവിടെ പങ്കെടുക്കുന്ന പല ആളുകൾക്കും അതിൽ ചർച്ചയിൽ പങ്കെടുക്കാനൊക്കെ അവസരങ്ങളുണ്ട്. ആലിക്കുട്ടി ഉസ്താദ് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ കാര്യത്തിൽ ഒരു വിയോജിപ്പ് പറയാനുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും സുന്നി സംഘടനകളോ അല്ലെങ്കിൽ സുന്നികളും മറ്റു വിഭാഗങ്ങളും തമ്മിലുള്ള സംവാദവേദിയല്ല, ഇവിടെയുള്ള ഏതെങ്കിലും ആശയ സംവാദവേദിയല്ല, ഇവിടെയുള്ള മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് അല്ല. ഒരുപക്ഷെ റാബിത്ത പോലെയുള്ള ഒരു പണ്ഡിത വേദിയിൽ പോയിട്ട് അവിടെയുള്ള ആളുകൾക്ക് പ്രയാസകരമായ പരാമർശങ്ങൾ നടത്തുകയോ വാദങ്ങൾ നടത്തുകയോ ചെയ്താൽ ഒരുപക്ഷെ ഇനിയുള്ള സമ്മേളനങ്ങളിലേക്ക് വിളിക്കാതിരിക്കുക വരെ ചെയ്യാം. പക്ഷെ ആദർശപരമായി യോജിക്കാത്ത ഒരു പ്രബന്ധാവതരണം അവിടെ നടന്നപ്പോ ആലിക്കുട്ടി ഉസ്താദ് എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞു, ഈ ജുമുഅ ഖുതുബയുടെ കാര്യത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും പ്രവാചകന്മാരുടെ പാരമ്പര്യവും ചര്യയൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള മുസ്ലിം ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അനവർത്തിക്കപ്പെടുന്ന രീതിയാണ് അവലംബിക്കേണ്ടത്. ഇവിടെ ഈ പറഞ്ഞ വാദത്തോട് യോജിക്കാൻ കഴിയില്ല എന്ന് വെട്ടിത്തുറന്ന് വിവിധ ലോകരാജ്യങ്ങളിലെ പണ്ഡിതന്മാർ പങ്കെടുത്ത ആ വേദി വെച്ചുകൊണ്ട് പറയാണ്. ഖത്തറിൽ നിന്നുള്ള യൂസുഫ് അൽ കർലാബി പോലെയുള്ള ആളുകൾ ഇരിക്കുന്ന അവർക്കൊക്കെ വിയോജിപ്പുള്ള വിഷയമാണ്. പക്ഷെ അവരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ആലിക്കുട്ടി ഉസ്താദ് പറയാണ്. അത് സംബന്ധമായ ചർച്ചകൾ അവിടെ നടക്കുന്നു. അവസാനം അതിവിടെ ഒരു വിവാദമാക്കേണ്ടതില്ല,
നബിയും സ്വഹാബത്തുമൊക്കെ ഈ കാര്യത്തിൽ സ്വീകരിച്ച സമീപനമാണ് അഭികാമ്യമെന്ന് ഏകകണ്ഠമായി ആ ചർച്ച വിലയിരുത്തുകയാണ്. അപ്പൊ ഒരു ഭാഗത്ത് വളരെ വിനയാന്വിതനായി, വളരെ സുസ്മേരവദനായി, എല്ലാവരോടും ചിരിച്ചും സംസാരിച്ചും ഇടപഴകിയൊക്കെ നടക്കുന്ന അതേ ആലിക്കുട്ടി ഉസ്താദ് ചില ഘട്ടങ്ങളിൽ ഇതുപോലെ പറയേണ്ട കാര്യങ്ങൾ വളരെ വൃത്തിയായി, വെടിപ്പോടുകൂടി, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി, എന്നാൽ താൻ പ്രതിദാനം ചെയ്യുന്ന ആദർശം വെട്ടിത്തുറന്നു പറയാൻ തന്റെ ഇടം കാണിച്ചു. ആലിക്കുട്ടി ഉസ്താദ് റാബിത്തയുടെ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ അത് ആലിക്കുട്ടി ഉസ്താദിനെ കൊണ്ട് ആരോ പറയിപ്പിച്ചതാണെന്നൊന്നും ആരും പറഞ്ഞില്ല. കാരണം എന്താണ്? അദ്ദേഹം സമസ്ത കേരള ജമിയത്തുലമയുടെ സമുന്നതനായ ഒരു പണ്ഡിതനാണ്. എന്തെല്ലാം കാര്യങ്ങൾ എവിടെ പറയണം, എങ്ങനെ പറയണമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിൽ അംഗമായിരുന്നു, ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമാണ് ഒരു മന്ത്രിയല്ലാത്ത ആൾക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻഷിപ്പ് കിട്ടുന്നത്. അവിടെയെല്ലാം പോയി മനോഹരമായി ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിച്ചു. പലപ്പോഴും ഉസ്താദിന്റെ കൂടെ സംഘടനാ പരിപാടിക്കും മറ്റൊക്കെ പോകുന്ന സമയത്ത് യാത്ര ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ആ യാത്രകളിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനും, നാട്ടിലെ വർത്തമാനങ്ങൾ കേൾക്കാനും, സംഘടനാ പ്രവർത്തകരെ കുറിച്ചറിയാനും, ഒരുപാട് വിഷയങ്ങൾ മണിക്കൂറുകൾ ഇരുന്ന് സംസാരിക്കാൻ താല്പര്യമുള്ള ആ സംസാരത്തിലൂടെ ഒരുപക്ഷെ നമുക്ക് ഒരു പുസ്തകം വായിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കുന്ന, മറയില്ലാത്ത, എല്ലാം തുറന്ന് സംസാരിക്കുന്ന ഒരു നല്ല വ്യക്തിത്വം. ഞാൻ ഏറ്റവും കൂടുതൽ ആലിക്കുട്ടി ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർക്കുന്നൊരു കാര്യം, ആലിക്കുട്ടി ഉസ്താദ് ഇപ്പോൾ അതേപോലെ ക്ഷീണനിരക്കാകുന്നതിന് മുമ്പ് കാസർഗോഡ് കാളിയായ ഉടനെ സാധാരണ അദ്ദേഹത്തിന്റെ ഒരു യാത്രാ രീതി രാവിലെ 8 മണിക്ക് 8:15 ഒരു ചെന്നൈ മെയിലുണ്ട്. അതിന് പോയാൽ ഏകദേശം ഒരു 9:30-10 മണിയാകുമ്പോഴേക്ക് കാസർഗോഡ് എത്തും രാവിലെ. അപ്പൊ ആ ട്രെയിനിന് പോകാൻ വേണ്ടി കണക്കാക്കിയിട്ട് ഉസ്താദ് രാവിലെ ഇസ്ലാമിക് സെന്ററിലെത്തും. തലേ ദിവസം രാത്രി വിളിക്കും. തലേ ദിവസം രാത്രി വിളിച്ചിട്ട് പറയും, എനിക്ക് നാളെ കാസർഗോഡ് പോകാനുണ്ട്, രാവിലെ ഓഫീസിൽ ആളുണ്ടാവൂലെന്ന് ചോദിക്കും. ഒരുപക്ഷെ നമ്മൾ ആരെങ്കിലും ഉണ്ടാകും, ഇനി ഇല്ലെങ്കിൽ അവിടെ ഉസ്താദ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും ഏർപ്പാട് ചെയ്യും. ആ വരവും പോക്കും ഒരു വല്ലാത്ത രസകരമായ സംഗതിയാണ്. ഉസ്താദ് നേരെ വളരെ സ്പീഡിലാണ് നടത്തം, വളരെ സ്പീഡിൽ കൈയും വീശി നടക്കുന്നൊരു ശൈലിയാണ്. ഒരു ബാഗ് കയ്യിലുണ്ടാകും, വളരെ സ്പീഡിൽ നടക്കും. അങ്ങനെ സ്പീഡിൽ ഓടി വന്ന് ഓഫീസിൽ കയറിയിരുന്ന് എന്നിട്ട് പറയും, എന്താ കുടിക്കാൻ, എന്താ വേണ്ടത്? എനിക്ക് ഒരു മധുരമില്ലാത്ത നല്ല പാലൊഴിച്ചൊരു ചായ മതി, വേറൊന്നും വേണ്ടെന്ന് പറയും. അപ്പൊ കടി എന്തായാലും എടുക്കല്ലോ ഉസ്താദ്? അല്ല, കടിയൊന്നും വേണ്ട, ചായ മാത്രം, മധുരമില്ലാത്ത ചായ മതി. അങ്ങനെ ഉസ്താദ് റൂമിൽ കയറി ഒന്ന് മൂത്രമൊഴിച്ച് ഒതുവൊക്കെ എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ആ കസേരയിൽ വന്നിരിക്കുമ്പോഴേക്ക് ചായ എത്തിയിട്ടുണ്ടാവും. ആ ചായ കണ്ടാൽ അപ്പോ ആ കമ്മീസിന്റെ പോക്കറ്റിൽ നിന്ന് നമ്മൾ ഈ കടല പൊതിയണ പോലെ അങ്ങനത്തെ ഒരു പൊതി എടുക്കും. ആ പൊതിയിലുണ്ടാവും 2 ചപ്പാത്തി ഇങ്ങനെ റൗണ്ടായിട്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാവും, പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ പോന്നപ്പോ പെണ്ണുങ്ങൾ ഉണ്ടാക്കി തന്നാണെന്ന് പറയും. എന്നാ ഉസ്താദിക്ക് കറി എന്തോ വേണ്ടേ? ഒന്നും വേണ്ടാന്ന് പറയും. എന്നിട്ട് ഈ 2 ചപ്പാത്തി അദ്ദേഹം ഈ ചായയിൽ മുക്കിയിട്ട് കഴിച്ച് ചായയും കുടിച്ചു. എന്നിട്ട് പറയും, അൽഹംദുലില്ലാഹ്, റാഹത്തായി എന്ന് പറയും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഒരു നാസ്ത കൊടുക്കാൻ വേണ്ടി എത്രയോ ആളുകൾ, എത്രയോ വീട്ടുകാർ, എത്രയോ ഹോട്ടലുകാർ ഒക്കെ സന്നദ്ധമാണ്. മൂപ്പർക്ക് ആകെ വേണ്ടൊരു ചായയാണ്. 2 ചപ്പാത്തി വീട്ടിൽ നിന്ന് പൊതിഞ്ഞിട്ട് പോക്കറ്റിലിട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് അത് കുടിച്ച് ട്രെയിനിന്റെ സമയമായാൽ നേരെ ഇറങ്ങിപ്പോവും.
വരുന്ന സമയത്ത് തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രമോ ഹിന്ദു പത്രമോ രണ്ടിലൊരു ഇംഗ്ലീഷ് പത്രം വാങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ട്രെയിനിലിരുന്നിട്ട് കാസർഗോഡ് എത്തുമ്പോഴേക്ക് ഈ ഇംഗ്ലീഷ് പത്രം മുഴുവൻ വായിച്ചു തീർക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, എന്നാൽ എനിക്കൊരു ഇംഗ്ലീഷ് അറിയുന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എവിടെയെങ്കിലും വല്ല ഇംഗ്ലീഷും പറയുമോ? ഇംഗ്ലീഷ് പറയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ മാത്രം ഇംഗ്ലീഷ് പറയുള്ളൂ. എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനും സംസാരിക്കാനൊക്കെ അറിയാം എന്ന ആ ഒരു രീതി എവിടെയും സ്വീകരിക്കൂല. നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ അറിയും, സംസാരിക്കാനും അറിയും. പക്ഷെ അതൊന്നും എവിടെയും പ്രകടിപ്പിക്കാറില്ല. ഏത് സ്ഥലത്ത് ചെന്നാലും ഏത് പരിപാടി ചെന്നാലും, ഇപ്പൊ മംഗലാപുരം കാസർഗോഡ് ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ വളരെ രസകരമായ സംഗതിയാണ്. ഒരുപാട് ട്രെയിനിൽ നിന്ന് ഓരോ ഉസ്താദുമാരൊക്കെ വന്ന് കൈ പിടിക്കും. അപ്പൊ അവർ പറയും, ഞാൻ ഫൈസിയാണ്, ഇന്ന ബാച്ചിൽ ജാമ്യയിലുണ്ടായിരുന്നു. അപ്പൊ ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറയും, ഇവരൊന്നും എനിക്കറിയില്ല, ഒക്കെ എൻ്റെ ശിഷ്യന്മാരാണ്. എവിടെ ചെന്നാലും ഒരു ഫൈസി വന്ന് കൈ പിടിക്കാനുണ്ടാവും. ഒരു മനുഷ്യന്റെ ഭാഗ്യം ആലോചിച്ച് നോക്കുക നിങ്ങൾ. എന്നാൽ അതിൻ്റെതായ ഒരു അഹന്തയോ ഒരു അഹംഭാവമോ എന്തെങ്കിലും അദ്ദേഹത്തിനുണ്ടായിരുന്നു? അങ്ങനെ ഒരു ലളിതമായ ഒരു ജീവിതശൈലി, പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും താല്പര്യപ്പെടുന്നൊരു മനോഭാവം, ആർക്കും ബന്ധപ്പെടാവുന്ന, ആരോടും സഹകരിക്കാവുന്ന, ആരുമായിട്ടും ബന്ധപ്പെടുകയും ഇടപെടുകയും ചെയ്തിരുന്നൊരു നല്ല സമീപനം. വയനാട് കൽപ്പറ്റയിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി ഉസ്താദിന്റെ കൂടെ പോയി. അപ്പൊ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ആ പരിപാടി കഴിഞ്ഞിട്ട് മറ്റൊരു പരിപാടിക്ക് ഉസ്താദിന് പോകാനുണ്ട്. അപ്പൊ പരിപാടിയിൽ സാഹിത്യകാരൻ പി സുരേന്ദ്രനും പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ഉസ്താദിന്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു, സുരേന്ദ്രൻ അവിടെ പ്രസംഗിക്കാനുണ്ട്, ഞാനും ആ പരിപാടി പങ്കെടുക്കുന്ന ആളാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, എനിക്ക് വേറെ പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പൊ സുരേന്ദ്രൻ തന്നെ എഴുന്നേറ്റ് കൈപിടിച്ചു. അപ്പൊ ഉസ്താദ് സുരേന്ദ്രനോട് പറയാണ്, നിങ്ങൾ എൻ്റെ കൂടെ പോരുണ്ടോ? അല്ല, ഞാനിവിടെ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും സുരേന്ദ്രൻ ചോദിക്കുകയാണ്, ഞാൻ വേണി തിരിച്ചു വരുമ്പോൾ ഇതിലെ വരാം, നിങ്ങൾക്ക് എൻ്റെ കൂടെ പോന്നാൽ മതിയില്ല, നിങ്ങൾ ബസ്സിനല്ലേ വന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് വേറെ കുറച്ച് ആവശ്യങ്ങൾ കൂടിയുണ്ട്, ഞാൻ നിങ്ങളെ കൂടെ തൽക്കാലം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത ആളുകളെ ആകർഷിപ്പിക്കുന്ന, ആരെയും വെറുപ്പിക്കാത്ത, എല്ലാവരെയും കൂടുതൽ കൂടുതൽ തൻ്റെ വ്യക്തിത്വത്തിലേക്ക് അടുപ്പിക്കുന്നൊരു പ്രവണത. ഞാൻ നിനക്ക് ദീർഘമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ദർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ജാമ്യാനൂരിയിലാണെങ്കിലും ജാമ്യാനൂരിക്ക് എത്തുന്നതിന് മുമ്പുള്ള ദർസുകാല ജീവിതമാണെങ്കിലും, വിവിധ ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കാര്യത്തിലാണെങ്കിലും, സ്വാഭാവികമായിട്ടും ഒരു ദീർഘമായി നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് ഭക്ഷണം കഴിക്കാനും, ഏത് പ്രകൃതിയിൽ ജീവിക്കാനും, എവിടെ കിടക്കാനും, എന്ത് കഴിക്കാനും, എന്ത് ത്യാഗം ചെയ്യാനും സന്നദ്ധയാൾക്ക് മാത്രമേ ഇങ്ങനെ ലോകം ചുറ്റി സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇതേ മനോഭാവമായിരുന്നു ഉസ്താദിന്. ആരോടും പരാതിയും പരിഭവമില്ല. ഏത് സാഹചര്യത്തെയും ഉൾക്കൊള്ളാവുന്നൊരു വിശാലമായ മനസ്സ്, ആ ഒരു സമീപനം എപ്പോഴും സ്വീകരിച്ചു. എല്ലാവരോടും ബഹുമാനം, ചെറിയ കുട്ടികളോട് പോലും ആരെയും കണ്ടാൽ ആലിംഗനം ചെയ്യുന്ന, ആദരണീയരായ സാദാത്തുക്കളൊക്കെ വല്ലാതെ ബഹുമാനിക്കുന്ന, താല്പര്യപ്പെടുന്ന, ചെറിയൊരു സയ്യിദാണ് അടുത്തെങ്കിൽ പോലും അതിനെ പ്രത്യേകം പരിഗണിക്കുന്ന, പ്രത്യേകം ബഹുമാനിക്കുന്ന രീതി. ഒരുപക്ഷെ ഉസ്താദിന്റെ സംഘടനാ ജീവിതത്തിലെ ആരോഗ്യകാലത്ത് ഏറ്റവും ചടുലമായൊരു കാലഘട്ടം എന്ന് പറയുന്നത് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായ സുന്നി യുവജന സംഘത്തിന്റെ കാലമായിരുന്നു. അന്ന് ആ സുന്നി യുവജന സംഘത്തിന് നേതൃത്വം കടന്നിട്ടുള്ള നിരന്തരമായിട്ടുള്ള ചില ക്യാമ്പയിനുകൾ
ഉമർ അലി തങ്ങൾ നേതൃത്വം കൊടുത്ത തീവ്രവാദത്തിനെതിരെ കേരളത്തിലുടനീളം നടന്നിട്ടുള്ള ശാന്തി യാത്ര, തീവ്രവാദത്തിനെതിരെ നടന്നിട്ടുള്ള മറ്റു ക്യാമ്പയിനുകൾ, അതേപോലെ ബിദഈ ആശയങ്ങൾക്കെതിരെ IS, സലഫിസം, ഫാഷിസം പോലെയുള്ള അപകടകരമായ വിഷയങ്ങൾക്കെതിരെ നടത്തിയുള്ള ക്യാമ്പയിനുകൾ, ഇതിനൊക്കെ കൃത്യമായി അന്നത്തെ അതിന്റെ കാര്യദർശി എന്ന രീതിയിൽ ഉസ്താദ് വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചു. പലപ്പോഴും ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ കോടതിയിൽ നിന്നാണെങ്കിലും മറ്റു മേഖലയിൽ നിന്നാണെങ്കിലും ആ ഘട്ടങ്ങളിലൊക്കെ വളരെ ശക്തമായ സമീപനം സ്വീകരിക്കുന്ന, അത് മാധ്യമങ്ങളോട് സംസാരിക്കാനാണെങ്കിലും പ്രസ്താവനയിലൂടെ പ്രതികരിക്കാണെങ്കിലും ഒക്കെ വളരെ മാന്യമായി എന്നാൽ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന പ്രതികരണശേഷിയുള്ള ഒരു ലീഡർഷിപ്പ് അദ്ദേഹത്തിനുണ്ടെന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ അലിക്കുട്ടി ഉസ്താദിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളൊരു മഹാമാതൃകയുണ്ട്. ആ മാതൃക എന്താണ്? പരസ്പര സ്നേഹത്തിന്റെ, പരസ്പര ബഹുമാനത്തിന്റെ, എന്നാൽ സംഘടനാപരമായ ആദർശപരമായ കാര്യങ്ങളിലൊക്കെ സംഘടന ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തോടുകൂടി അതിന്റെ കൂടെ അടിയുറച്ചു നിന്നുകൊണ്ട് സംഘടനയുടെ നന്മയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അതിലൂടെ ദീനിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, അത് ഉസ്താദ് ജീവിതത്തിന്റെ അവസാന കാലം വരെ വളരെ കൃത്യമായിട്ട് നിർവഹിച്ചു. മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്കാവശ്യമായി പല കൂട്ടായ്മകളിലും ഉസ്താദ് ഭാഗവാക്കായി. വിവിധ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും, വിവിധ മതസംഘടനകളാണെങ്കിലും, വിവിധ സാംസ്കാരിക വേദികളാണെങ്കിലും, ഔദ്യോഗികമായ സംവിധാനമാണെങ്കിലും, ഭരണകൂടങ്ങളുമായിട്ടാണെങ്കിലും ഒക്കെ തന്റെ സമുദായത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി പറയാനും അത് പറയേണ്ടതുപോലെ പറയാനും സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം സ്വീകരിച്ചു. അതേ രീതിയാണ് ഇനിയുള്ള കാലത്തും നമ്മളെ പോലെയുള്ള സംഘടനാ പ്രവർത്തകർക്ക്, മഹല്ല് ഭാരവാഹികൾക്ക്, മദ്രസാ ഭാരവാഹികൾക്ക്, നാട്ടിലെ ദീനീ പ്രവർത്തകർക്ക് അനുവർത്തിക്കാനുള്ളത്. ഇന്ന് നമ്മുടെ സാമൂഹ്യ രംഗം വളരെ വളരെ കലുഷിതമായിട്ട് നിൽക്കുന്നൊരു കാലഘട്ടമാണ്. പരിശുദ്ധമായ ദീനിനെ വികൃതമായി ചിത്രീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന, അതിനുവേണ്ടി ഒരുപാട് പുതിയ പുതിയ ആശയപ്രചരണങ്ങളുമായി കടന്നു വരുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലം. നമ്മള് പത്രത്തിലൂടെ കാണാത്ത, ഏതെങ്കിലും തെരുവോരങ്ങളിൽ പ്രഭാഷണങ്ങളിലൂടെ കേൾക്കാത്ത വളരെ അപകടകരമായ ആശയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സഹോദരിമാരിലേക്ക്, നമ്മുടെ കുട്ടികൾക്കിടയിലേക്ക് കടന്നു വരുന്നൊരു കാലമാണ്. അപ്പൊ വീട്ടിലും നാട്ടിലും വ്യക്തിപരമായും കുടുംബപരമായിട്ടും ഒക്കെ ജാഗ്രത പാലിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയെല്ലാം മഹാനായ അലിക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ സംഘടനാ സമുദായ നേതാക്കൾ പരിശുദ്ധമായ ദീനിനെ ഈ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അവലംബിക്കപ്പെട്ട മാതൃകാപരമായ രീതികൾ, അതിവിടെ പറയാനും പ്രചരിപ്പിക്കാനും അതിൽ അടിയുറച്ചു നിൽക്കാനും നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജീവിതകാലത്ത് പോലും ആലിക്കുട്ടി ഉസ്താദിനെതിരെ ഒരു ശക്തമായ പ്രതിയോഗി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെ നമുക്ക് ചൂണ്ടിക്കാൻ കഴിയില്ല. ആലിക്കുട്ടി ഉസ്താദിനെതിരെ പ്രസംഗിച്ചു, ആലിക്കുട്ടി ഉസ്താദിനെതിരെ ലേഖനം എഴുതി, ആലിക്കുട്ടി ഉസ്താദിനെതിരെ അങ്ങനെ പറഞ്ഞു, എതിരാളികൾ പോലും നമ്മൾ കണ്ടിട്ടില്ല. എന്താണ്? ആശയപരമായ നിലപാടുകളിലോ മറ്റോ വിട്ടുവീഴ്ച ചെയ്തതിന്റെ പേരിലാണോ? എല്ലാവർക്കും അനുസരിച്ച് നിന്നതുകൊണ്ടാണോ? അല്ല, ആ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ്. തന്റെ വിശ്വാസവും സംസ്കാരവും ആദർശവും ഒക്കെ നിലനിർത്തി അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരു നല്ല സമീപനം സ്വീകരിക്കുന്നു. എന്നാൽ തന്റെ ആശയപരമായ കാര്യങ്ങളിലൊക്കെ അടിയുറച്ചു നിൽക്കുന്നു എന്നൊരു സമീപനമാണ്.